ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ, നാരായണീയ മധുരമായി ആ സ്തോത്രകാവ്യത്തെ നമ്മളും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്രീമന്നാരായണീയം 10ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനം അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനം പാടി ശ്രീഹരിയം പാടി സമർപ്പിക്കാം. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സമ്പൂജ്യമാണ ഭുവനത്രയഭീതചേതാം മാ പ്രജാ സൃജ തപശ്ചര മംഗളായേത്യാചഷ്ടതം കമലഭൂദ്ഭുവദീരിതാത്മാ. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സമ്പൂജ്യമാണ ഭുവനത്രയഭീതചേതാ കമലഭൂ ഭവദീരിതാത്മാ. പ്രജാ മാ സൃജ മംഗളായ തപഃ ചര ഇതി തം ആചഷ്ട. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സമ്പൂജ്യമാണ ഭുവനത്രയഭീതചേത. രുദ്രനാൽ സൃഷ്ടിച്ച ഭയങ്കരമായ ആകൃതിയോടുകൂടിയ ഭയങ്കര സ്വരൂപികളായ ആ രുദ്രസംഘം, ആ രുദ്രന്റെ സംഘം ഗണങ്ങൾ
മൂന്ന് ലോകത്തിലും സമ്പൂജ്യമാണ് ഭുവനത്രയ, മൂന്ന് ലോകത്തിലും നിറഞ്ഞു വരുന്നത് കണ്ടപ്പോ ഭീതചേതാഹ കമലഭൂ, പേടിച്ചു വിറച്ചുപോയ കമലഭൂവായിരിക്കുന്ന കമലജനായിരിക്കുന്ന ആ പത്മയോനി സാക്ഷാൽ ബ്രഹ്മാവ് ഭവതീരിതാത്മാ, ഗുരുവായൂരപ്പ അവിടുന്ന് ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് വേണ്ടത് പ്രേരിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട്, പ്രേരണ ചെയ്തതുകൊണ്ട് പ്രജാ മാമാസൃജ, അരുത്, അങ്ങ് ഇനി പ്രജാസൃഷ്ടി ചെയ്യരുത് എന്ന് ആരോട് പറഞ്ഞു? മൃഡനോട് അല്ലെങ്കിൽ രുദ്രനോട് പറഞ്ഞു. അതിനു പകരം മംഗളായ തപശ്ചര, ലോകനന്മയ്ക്ക് വേണ്ടി തപസ്സു ചെയ്താലും ഇതിതം ആചഷ്ട എന്ന് അരുദ്രനോട് പറഞ്ഞു. ആലോചനയില്ലാത്ത പ്രവൃത്തി അനർത്ഥത്തിനാകും. അതിൻ്റെ നിവാരണത്തിനും ലോകക്ഷേമത്തിനും എന്താണ് വഴി? തപസ്സു മാത്രമാണ് അതിനുള്ള വഴി. ബ്രഹ്മാവിനതറിയാം. ഭഗവാനെ 5,000 വർഷം 10,000 വർഷം തപസ് ചെയ്തപ്പോഴാണ് ഭഗവത് ദർശനം ഉണ്ടായത്. ഭവതീരിതാത്മാ, എല്ലാത്തിനും അവിടുന്ന് ആ അന്തര്യാമിയായി ഓരോരുത്തരുടെ ഉള്ളിലും ചൈതന്യമായി നിന്നുകൊണ്ട് പ്രേരിപ്പിക്കണം. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിയും നടക്കുന്നതിന് കാരണം ഭഗവാന്റെ സങ്കല്പമാണ്. സന്മാർഗത്തിലേക്കുള്ള ഈ അനുശാസനം അനുസരിക്കേണ്ടതാണ്, അല്ലേ? ന ദേവാ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവൽ യം തു രക്ഷിതുമിച്ഛന്തി സദ്ബുദ്ധ്യാ യോജയന്തി തം എന്ന് ഭാരതത്തിൽ പറയുന്നു. അപ്പോ ഇവിടെയും അതെ, ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്, അതിന് തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മാവ് രുദ്രനോട് പറയുന്നു. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം, പിന്നീട് ശ്രീഹരിയും. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സമ്പൂജ്യമാണ ഭുവനത്രയ ഭീതചേതാ മാമാ പ്രജാസൃജ തപശ്ചര മംഗളായേത്യാചഷ്ട തം കമലഭൂർഭവതീരിതാത്മാ. നാരായണ 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 രാധാ ഗോവിന്ദ. രുദ്രസൃഷ്ടിയാകുന്നോരാം രുദ്രഗണങ്ങളെ കണ്ടു പത്മസംഭവനാം ബ്രഹ്മദേവൻ പേടിച്ചു. രുദ്രനോടു ചൊല്ലി പ്രജാസൃഷ്ടി ഇനി നടത്തേണ്ട, ലോകനന്മയ്ക്കായി ഭവാൻ തപം ചെയ്താലും. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരിയോ